തൃപ്പൂണിത്തുറ നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. ബി.ജെ.പിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എൽ.ഡി.എഫ് ഭരിക്കുന്ന നഗരസഭയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും വിട്ടുനിന്നു. 17 ബി.ജെ.പി. കൗൺസിലർമാർ മാത്രമാണ് പങ്കെടുത്തത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് സംഭവിച്ചത്? ശ്യാം, റിജിത്ത്, ഇന്ന് രാവിലെ ചെയർമാനെതിരായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്താണ് ബി.ജെ.പിയുടെ കൗൺസിലർമാർ മാത്രമാണ് ഹാജരായത്. എൽ.ഡി.എഫും യു.ഡി.എഫും അവതരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പുറത്തേക്കെത്തിയ ബി.ജെ.പി. കൗൺസിലർമാരും യു.ഡി.എഫ് കൗൺസിലർമാരും തമ്മിൽ മുഖാമുഖം വരികയും ചെറിയ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടാകുകയുമായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടാണ് ഈ കൗൺസിലർമാരെ പിന്തിരിപ്പിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കാനായിട്ട് വൈസ് ചെയർമാനെതിരായിട്ടുള്ള അവിശ്വാസം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ പ്രമേയ ചർച്ചയും ഇപ്പോൾ നടക്കാത്ത സ്ഥിതിയാണുള്ളത്. കാരണം നോട്ടീസ് നൽകിയിരിക്കുന്ന ബി.ജെ.പിയുടെ കൗൺസിലർമാർ മാത്രമാണ് വീണ്ടും നഗരസഭയിൽ എത്തിയത്. ഏതായാലും രാവിലെ നടന്ന സംഘർഷത്തെ തുടർന്ന് കൂടുതൽ പോലീസിനെയും നഗരസഭാ പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിജിത്ത്, ശരി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.